ഡയബറ്റിക് അഥവാ പ്രമേഹം ഇന്ന് മലയാളികൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ഡയബറ്റിക് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും നാം കഴിക്കുന്ന ആഹാരം ശരീരം ഗ്ലൂക്കോസാക്കി മാറ്റുകയും ആ ഗ്ലൂക്കോസ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശരീരം ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇത്തരം സാഹചര്യത്തെ കൂടാതെ അമിതമായി നമ്മൾ ആഹാരം കഴിക്കുന്നു. അതായത് ഒരു നേരം ആഹാരം കഴിച്ച് ആഹാരം ശരീരത്തിൽ ദഹിച്ച് ശരീരം അതിൻ്റെ എനർജിയെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റി അതിൻ്റെ വേസ്റ്റിനെ മാലിന്യത്തെ ശരീരം തന്നെ പുറന്തള്ളപ്പെടുകയും അതിനുശേഷം വീണ്ടും ശരീരത്തിൽ വിശപ്പും ദാഹവും അനുഭവപ്പെടുമ്പോൾ മാത്രം ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാഹചര്യമില്ല. എന്നാൽ സമയം നോക്കി നേരം നോക്കി വിശപ്പറിയാതെ വീണ്ടും വീണ്ടും ആഹാരം കഴിക്കുന്ന ആളുകളിൽ അമിതമായി ആഹാരം കഴിക്കുന്ന ആളുകളിൽ തീർച്ചയായും ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിന് തീർച്ചയായും താങ്ങാനാവാതെ സംഭരിക്കാനാവാതെ പുറന്തള്ളപ്പെട്ടേ പറ്റും. അത്തരം സാഹചര്യത്തിൽ ഓരോ ആളുകളുടെയും തെറ്റായ ജീവിതശൈലി തെറ്റായ ജീവിത രീതികൾ മുഖാന്തരം അവർക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ടാവും. ഈ അസ്വസ്ഥതകളെ കൃത്യമായ ജീവിതശൈലിയിലൂടെ മെച്ചപ്പെടുത്താതെ ക്രമപ്പെടുത്താതെ നമ്മളിതിനൊരു രോഗമായി കണ്ടുകൊണ്ട് മരുന്ന് കഴിക്കാൻ ആരംഭിച്ചാൽ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളിലൂടെ ധാരാളം മരുന്ന് കഴിക്കുന്ന കിഡ്നി രോഗിയാവുന്ന ലിവർ രോഗിയാവുന്ന ഹൃദ്രോഗിയാവുന്ന വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഷുഗർ രോഗി എത്തിച്ചേരുന്നത്. എന്നാൽ മരുന്നില്ലാതെ ഈ അമിതമായ ആഹാരം കഴിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഷുഗറിൻ്റെ ഈ ഡയബറ്റിക്കിൻ്റെ ഈ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റിയെടുക്കാം? തീർച്ചയായും അക്യുപഞ്ചർ എന്ന് പറയുന്ന മഹത്തായ ചികിത്സ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതശൈലിയുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക, ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. ഈ രണ്ട് നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യാനുസരണം ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് പൂർണ്ണമായും ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയും അത് ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ശരീരത്തിലുള്ള മാലിന്യങ്ങൾ മലമായിട്ടും മൂത്രമായിട്ടും വിയർപ്പായിട്ടും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും അതിനുശേഷം സ്വാഭാവികമായിട്ടും ശരീരം തന്നെ നിങ്ങൾക്ക് വിശപ്പായിട്ടും ദാഹമായിട്ടും അനുഭവം നൽകുകയും ആ അനുഭവത്തിലൂടെ വീണ്ടും നിങ്ങൾ ആഹാരം കഴിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസിനെ നൽകി നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതശൈലിയെയും ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുന്ന വളരെ മികച്ച ചികിത്സാ രീതി തന്നെയാണ് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രോഗങ്ങളായിക്കൊള്ളട്ടെ, മരുന്നില്ലാതെ തന്നെ പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ചിട്ടകളൊക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പൂർണ്ണമായും ആരോഗ്യത്തിലേക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കാതെ നല്ല ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.